വെൽക്കം ടു മല്ലു ക്യൂളർ. ഫസ്റ്റ് ഓഫ് ഓൾ റിയലി സോറി. ഞാൻ കഴിഞ്ഞ ദിവസം എൽ ക്ലാസിക്കോൻ്റെ ശേഷം വീഡിയോ ചെയ്തു. ഞാൻ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാച്ച് കഴിഞ്ഞ് ഉടനെ എടുത്തൊരു വീഡിയോ ആണ്. അപ്പോഴായിരുന്നു ചെയ്യാൻ പറ്റിയ ഒരു ടൈം ഉണ്ടായിരുന്നത്. രാവിലെ ആണെങ്കിൽ ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ. അപ്പോൾ ആ ഒരു ഫ്രസ്ട്രേഷനിൽ ഞാൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. പല പ്ലേയേഴ്സിനും മോശമായിട്ട് പറഞ്ഞു. തെറിയൊന്നും വിളിച്ചില്ല, പക്ഷെ മോശമായിട്ട് പറഞ്ഞു. അപ്പോൾ അതിന് ഞാനൊരു സോറി പറയുകയാണ്. ഞാനങ്ങനെ പറയാൻ പാടില്ലായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പലർക്കും അത് മോശമായിട്ട് തോന്നി. അപ്പോൾ അതാണ് ഞാൻ ആ വീഡിയോ പിൻവലിച്ചത്. അല്ലാതെ ഇപ്പോൾ തോറ്റ മാച്ചിൻ്റെ വീഡിയോ പിൻവലിക്കുക അങ്ങനത്തെ സ്കീമല്ല. ഞാൻ കുറച്ച് കൈവിട്ട് പോയി പറഞ്ഞതൊക്കെ, അതുകൊണ്ട് പിൻവലിച്ചതാണ്. അപ്പോൾ ഇനി അങ്ങനെ ആവർത്തിക്കില്ല, അത് ഞാൻ ശ്രദ്ധിച്ചോളാം. ഓക്കെ, അതെന്തായാലും വിടാം. ഇനിയിപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. ഫ്ലിക്കിൻ്റെ സെക്കൻഡ് സീസൺ ബയേണിലും അത്ര നല്ല അവസ്ഥയിലല്ല ഉണ്ടായിരുന്നത്. അതേപോലെ ബാഴ്സയിലേക്ക് വരുന്ന സമയത്ത് സോഫാർ ബാഴ്സിന്റെ സ്റ്റാർട്ട് എന്ന് പറയുന്നത് അത്യാവശ്യം മോശം സ്റ്റാർട്ട് തന്നെയാണ്. അത് ചാമ്പ്യൻസ് ലീഗിൽ നോക്കുകയാണെങ്കിലും ലീഗിൽ നോക്കുകയാണെങ്കിലൊക്കെ തന്നെ അത്ര സുഖമില്ലാത്ത ഒരു സ്റ്റാർട്ടാണ് നമുക്ക് നിലവിൽ കിട്ടിയിട്ടുള്ളത്. അപ്പം ഈ ഫ്ലിക്കിന്റെ സിസ്റ്റത്തിൽ നമ്മൾ ബയേണിൽ കണ്ടിട്ടുള്ളത് ഇത് തന്നെയാണ്. ബയേണിന്റെ ഒരു ക്രൈസിസ് പീരീഡിൽ ആൾ വരുന്നു, ടീമിന്റെ ഡിഫൻസ് സെറ്റപ്പ് ചെയ്യുന്നു, അറ്റാക്കേഴ്സിനെ മാക്സിമം യൂസ് ചെയ്യുന്നു. അങ്ങനെ എല്ലാം റവല്യൂഷനൈസ് ചെയ്തിട്ട് ടീമിനെ കൊണ്ട് ഒരു സെക്സ്റ്റപ്പിൾ അടുപ്പിക്കുകയാണ്. അതിനുശേഷം അടുത്ത സീസണിൽ ടീം കൊളാപ്സ് ആവുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്ലിക്ക് എപ്പോഴും ഒരു പ്ലെയറിന്റെ മാക്സിമം ഇന്റൻസിറ്റി ആവശ്യപ്പെടുന്ന തരത്തിലുള്ള മാനേജറാണ്. അപ്പോൾ പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാക്സിമം എത്ര പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ അത്രയും പ്രസ് ചെയ്യണം. അത്രയും ആള് എപ്പോഴും ഡിമാൻഡ് ചെയ്യും. അതുപോലെ തന്നെ റൺസ് എടുക്കേണ്ട സമയത്ത്, ഐ മീൻ കൗണ്ടേഴ്സിന്റെ സമയത്ത്, റൺസ് എടുക്കേണ്ട സമയത്ത് അത്രയും പേസി ആയിട്ട് റൺസ് എടുക്കണം ബോൾ ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ കൗണ്ടേഴ്സ് കൺസിഡർ ചെയ്യുന്ന സമയത്ത്, അതായത് ഓപ്പണൻസ് കൗണ്ടർ അടിക്കുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി ഹൈ ലൈനിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ സെൻട്രൽ ബാക്സ് ആണെങ്കിലും അല്ലെങ്കിൽ ബാക്കിയുള്ള പ്ലേയേഴ്സ് ആണെങ്കിലും അവർ ഓപ്പണൻസിനെ ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എപ്പോഴും പിന്നോട്ട് സ്പ്രിന്റുകൾ എടുക്കേണ്ട സിറ്റുവേഷൻ വരും. അപ്പം അങ്ങനെ ഈ ഒരു പ്രോസസ്സിലൂടെ ഒരു വർഷം മൊത്തം അവർ കടന്നു പോവാണ്. 10-60 മാച്ച് ക്ലബിന് വേണ്ടി, 10-40-45-60 മാച്ച് ഒരു ക്ലബിന് വേണ്ടി തന്നെ കളിക്കുന്നുണ്ടായിരിക്കും, ഫ്രണ്ട്ലീസും എല്ലതും കൂട്ടിയിട്ട്. പിന്നെ ഈ ഫ്ലിക്കിൻ്റെ അണ്ടറിൽ ഫസ്റ്റ് സീസൺ കളിക്കുന്ന സമയത്ത് ഈ പ്ലെയേഴ്സിന്റെ ലെവൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പിലായിരിക്കും. നമ്മൾ കഴിഞ്ഞ സീസണിൽ ബാഴ്സയിൽ കണ്ടിട്ടുള്ളതാണ്, അതിന് മുന്നേ ബയേണിൽ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന പ്ലേയേഴ്സ് സ്വാഭാവികമായിട്ടും നാഷണൽ ടീമിലേക്ക് പോകുന്ന സമയത്ത് അവിടെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ക്ലബ് ലെവലിൽ അവർക്ക് റെസ്റ്റ് ഇല്ല, നാഷണൽ ലെവലിൽ അവർക്ക് റെസ്റ്റ് ഇല്ല. പിന്നെ നേരെ അടുത്ത സീസണിലേക്ക് എത്തുന്ന സമയത്താണ് ഇതെല്ലാം എന്താ പറയുക തിരിച്ചടിയായിട്ട് മാറുക. അതായത് ഈ പ്ലെയേഴ്സ് ഓൾറെഡി ഒരു 10-60-65 മാച്ച് ഒരു സീസണിൽ കളിച്ചു കഴിഞ്ഞു. അതിന്റെ ഫെറ്റീഗ് അവർക്കുണ്ട്. ആവശ്യത്തിന് റെസ്റ്റ് ഇപ്പം നിലവിലുള്ള സമയത്ത് കിട്ടുന്നില്ല എന്ന് നിങ്ങൾക്കറിയാം. ചെറിയ ടൈം ഓഫ് റെസ്റ്റ് അവർക്ക് കിട്ടുന്നുള്ളൂ. അപ്പം നേരെ അടുത്ത സീസണിലേക്ക് പോകുന്നു. അപ്പം എന്ത് സംഭവിക്കുന്നു? ഈ ഫെറ്റീഗ് വെച്ച് കളിക്കുന്ന പ്ലെയേഴ്സ് അവർ പിന്നെ ഇഞ്ചുറി വരുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കാണുന്നു. ഇത് ഫ്ലിക്കിന്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മൾ ഗോർഡിയോളിന്റെ കേസിൽ കണ്ടിട്ടുണ്ട്. റോഡ്രിക്ക് ഇഞ്ചുറി വരുന്ന കാഴ്ച നമ്മൾ കണ്ടില്ലേ? സീസൺ മൊത്തം യൂസ് ചെയ്തിട്ട് കർവഹാളിന് ഇഞ്ചുറി വരുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടില്ലേ? അതേപോലെ തന്നെ കഴിഞ്ഞ സീസണിൽ ബെർണാഡോ സിൽവ ഭയങ്കര മോശമായിട്ടാണ് കളിച്ചത്. ഭയങ്കര മോശം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം മോശമായിരുന്നു. കാരണം എന്താ, ആള് വീണ്ടും 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 ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പ്ലെയർ ടയേർഡ് ആവുകയാണ്. ഇനിയിപ്പോൾ ഇഞ്ചുറി വന്നില്ല എന്ന് തന്നെ വെച്ചു, ഇഞ്ചുറി വന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ആ ഫെറ്റീഗ് വരികയാണ്. മനസ്സിലായോ? ഫെറ്റീഗ് വരികയാണ്, ഡിസിഷൻ മേക്കിങ്ങിൽ പ്രശ്നം വരികയാണ്. അപ്പം അതൊക്കെയാണ് ഇപ്പോൾ ബാഴ്സക്കും പറ്റിക്കൊണ്ടിരിക്കുന്നത്, അന്ന് നമ്മുടെ ബയേണിനും പറ്റിയിട്ടുള്ളത്. പിന്നെ ഹാൻസി ഫ്ലിക്കിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൾ ഒരുപാട് കാലമൊന്നും ഒരു ടീമിനെ പരിശീലിപ്പിച്ച് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനല്ല. ബയേണിലാണെങ്കിൽ തന്നെ സെക്കൻഡ് സീസൺ എത്തുമ്പോൾ തന്നെ ആൾ പറയുന്നുണ്ട്, ഞാൻ അടുത്ത സീസണിൽ എൻ്റെ കൂടെ പോകുന്നുള്ളത്. ബാഴ്സയിലാകുന്ന സമയത്ത് ഓർമ്മ ഉണ്ടോ എന്ന് അറിയില്ല, ബാഴ്സയിൽ ഒരിക്കൽ മാധ്യമപ്രവർത്തകർ ചോദിച്ചു, കുറേ കാലം ഇവിടെ നിൽക്കും. അപ്പോൾ പറഞ്ഞു, ഞാൻ അങ്ങനെ ഒരു ലോങ് ടേം ആളല്ല, ഷോർട്ട് ടേം ആളാണ്. അപ്പോൾ കൂടുതൽ നിൽക്കുന്നതിനെ കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പിന്നീടാണ് 2027 കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തു എന്നുള്ള തരത്തിലുള്ള ന്യൂസസ് കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നത്. അത് പിന്നീട് കൺഫേം ആവുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൾ അധികം ലോങ് ടേമിലേക്ക് മേ ബി ഫിറ്റ് ആവാത്ത ആളായിരിക്കും. ചില മാനേജേഴ്സ് അങ്ങനെയാണ്, ഷോർട്ട് ടേമിൽ മാത്രമായിരിക്കും ഫിറ്റ് ആവുക. ചിലപ്പം ഹാൻസി ഫ്ലിക്ക് അങ്ങനത്തെ ആളായിരിക്കാം. അതൊക്കെ തന്നെ ആയിരിക്കും ആള് ബാഴ്സയിലേക്ക് വരുമ്പോഴും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കുക. മേ ബി ഫസ്റ്റ് സീസൺ എൻഡ് ചെയ്തപ്പോഴും അതൊക്കെ തന്നെ ആയിരിക്കും മനസ്സിലുണ്ടായിരിക്കുക. അല്ലെങ്കിൽ ആ ചോദ്യം വരുന്ന സമയത്തൊക്കെ അതൊക്കെ തന്നെ ആയിരിക്കും മനസ്സിലുണ്ടായിരിക്കുക. ഇനി മേ ബി നമ്മൾ ഫോഴ്സ് ചെയ്തുകൊണ്ട് 2027 വരെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തതാണോ എന്ന് എനിക്കറിയില്ല. എനിവേ നമ്മൾ എന്തായാലും കാത്തിരുന്ന് കാണാം ഈ ഒരു ഫ്ലിക്കെറ എങ്ങനെ പോകുന്നുള്ളത്. സെക്കൻഡ് സീസണിൽ റിസൾട്ട്സ് ഭയങ്കര മോശമാവുകയാണെങ്കിൽ മേ ബി അടുത്ത സീസണിലേക്ക്
ഫ്ലിക്ക് ഉണ്ടാവില്ല, ഫ്ലിക്ക് തന്നെ റിസൈൻ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ മേ ബി നമുക്ക് കാണേണ്ടി വരും. ഐ മീൻ ഭയങ്കര ക്രൈസിസ് അങ്ങനെ ഫ്ലിക്കിനെ പുറത്താക്കണം അങ്ങനെയല്ല ഞാൻ പറയുന്നത്. പക്ഷേ സെക്കൻഡ് സീസണിൽ ഇങ്ങനെ ഒരു പ്രശ്നം പൊതുവെ ഫ്ലിക്കിനുണ്ട്. പിന്നെ ഇനിയിപ്പോൾ അടുത്ത എൽ ക്ലാസിക്കോ, ഈ എൽ ക്ലാസിക്കോ നമ്മൾ തോറ്റു 2-1. അടുത്ത എൽ ക്ലാസിക്കോ ഒക്കെ നമ്മൾ ഇങ്ങനെ പരാജയപ്പെടുകയാണെങ്കിൽ അതൊക്കെ ഭയങ്കര പ്രശ്നമായിട്ട് മാറും. അപ്പം അതൊന്നും സംഭവിക്കരുത്. അത്യാവശ്യം ഡീസെന്റ് ആയിട്ട് നമുക്ക് സീസൺ അവസാനിപ്പിക്കാൻ വേണ്ടി പറ്റണം എന്നുള്ളതാണ്. അപ്പം ഇതിൽ ഞാൻ ഫ്ലിക്കിനെ മാത്രം കുറ്റം പറയില്ല കേട്ടോ, ഒരിക്കലും ഞാൻ ഫ്ലിക്കിനെ മാത്രം കുറ്റം പറയില്ല. ഞാൻ ഒരു ഫാക്ട് പറഞ്ഞു വന്നതാണ്. അടുത്ത എൻ്റെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്ലിക്കിനെ പറ്റുന്ന പോലെ നമ്മൾ മെറ്റീരിയൽസ് കൊടുത്ത് സഹായിക്കുക എന്നുള്ളതാണ്, പ്ലെയേഴ്സിനെ കൊടുത്ത് സഹായിക്കുക എന്നുള്ളത്, ആ റിസോഴ്സ് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ ആൻവർഗ്ലീനെ ഒഴിവാക്കി നിർത്തായിരുന്നു ക്ലബിൽ. പിന്നെ വേറൊരു പ്ലെയറും കൂടെ ഉണ്ടല്ലോ, സെൻട്രൽ ബാക്ക്. ആൻവർഗ്ലി വിങ്ങറാണ്, ഒരു സെൻട്രൽ ബാക്ക് പയ്യനുണ്ടായിരുന്നു, കോസ്മോനെ ഒഴിവാക്കി നമുക്ക് നിർത്തായിരുന്നു. ഐ മീൻ അറിയാലോ, നമ്മൾ എപ്പോഴും ഒരു 15, 16, 17, 18 വയസ്സുള്ളവരാണ് നമ്മുടെ അക്കാഡമിയിൽ നിന്ന് വന്നിട്ട് ഫസ്റ്റ് ടീമിൽ ഇമ്പാക്ട് ഉണ്ടാക്കാറുള്ളത്, പൊതുവെ നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പം അങ്ങനത്തെ ഒരു റിസർവ് ഒക്കെ ആയിട്ട് അവരെ മേ ബി ടീമിൽ വെക്കായിരുന്നു. ഐ മീൻ നമുക്ക് കൂടുതൽ പ്ലേയേഴ്സായി, ഈ പ്ലെയർ ഇഞ്ചോർഡ് ആണ്, അപ്പോൾ LCB ഇവൻ കളിക്കട്ടെ, ആളായില്ലേ. ഈ ലെഫ്റ്റ് വിങ്ങിൽ ഈ പ്രശ്നമുണ്ട്, എന്നാൽ പിന്നെ ആൻവർഗ്ലി കളിക്കട്ടെ. ഐ മീൻ സീസൺ ത്രൂ ഔട്ട് അവർ സ്റ്റാർട്ട് ചെയ്യണമെന്നൊന്നുമില്ല, പക്ഷേ ഇടയ്ക്ക് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടെ. അതിനൊക്കെയുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ നമ്മൾ വിറ്റ് ഒഴിവാക്കി. അതും അത്ര നല്ല ബിസിനസ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, അത്യാവശ്യം കുറച്ച് മോശം ബിസിനസ് ലെവലിലാണ് നമ്മൾ അവരെ ഒഴിവാക്കിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ബൈബാക്ക് ക്ലോസ് ഇല്ലാത്ത അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. എനിക്കിപ്പോൾ കറക്റ്റ് ഓർത്തെടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പം എന്താ, നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഡീസൻ്റ് എന്ന് തോന്നുന്ന പലരും നമ്മൾ ഒഴിവാക്കി. അപ്പോൾ റിസോഴ്സസ് നമുക്ക് ഇങ്ങനെ നഷ്ടപ്പെട്ടു. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, വേറെ കുറച്ച് പ്ലേയേഴ്സിനെ സൈൻ ചെയ്യണം. സൈൻ ചെയ്യാനാണെങ്കിൽ പൈസ ഇല്ല. അപ്പം എന്താ, സൈൻ ചെയ്യാൻ പൈസ ഇല്ലാത്തപ്പോൾ നമ്മുടെ കയ്യിൽ അക്കാഡമിയിൽ നിന്ന് വരുന്ന പ്ലേയേഴ്സിനെ നമ്മളിങ്ങനെ റിസർവ് ആക്കി അവിടെ വെക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതൊരു പ്രോപ്പറായിട്ട് പലപ്പോഴും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. കുറേ പ്ലേയേഴ്സ് ഉണ്ട്, പക്ഷേ ആൻവർഗ്ലിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എസ്പെഷ്യലി കോസ്പ് CBയിലൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന പ്ലെയർ ആയിരുന്നു. ആൻവർഗ്ലിനെ നിങ്ങൾ വിട്ടു, അവിടെ റാഷ്ഫോർഡ് വിചാരിക്കാം. കോസ്പോനൊക്കെ നമുക്ക് CB പൊസിഷനിൽ മേ ബി ട്രൈ ചെയ്തിട്ട് ക്ലിക്ക് ആവുകയാണെങ്കിലോ അടിപൊളിയല്ലേ. അപ്പോൾ അതാണ് പ്രശ്നം. ഇപ്പൊ തന്നെ ലാസ്റ്റ് എപ്പോഴും ഞാൻ ഡെക്കോന്റെ വാക്കുകൾ കേട്ടു, ആ സ്ട്രൈക്കറൊന്നും ആവശ്യമില്ല, നമുക്കവിടെ ഫെറാൻ ഉണ്ടല്ലോ. ഫെറാനൊന്നല്ല വേണ്ടത്, നമുക്ക് വേൾഡ് ക്ലാസ് സ്ട്രൈക്കർ അടുത്ത സീസണിൽ കിട്ടണം, അല്ലെങ്കിൽ അതിന്റെ അടുത്ത സീസണൊക്കെ നമ്മൾ മൂഞ്ചിപ്പോവും. അറിയാലോ, ലെവൻഡോസ്കി എന്ന് പറഞ്ഞ മനുഷ്യൻ തന്നാലാവുന്നതെല്ലാം ചെയ്തു ഈ ടീമിന് വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മൾ വിമർശിക്കുമെങ്കിൽ പോലും നമ്മുടെ ടീമിനെ പടുകുഴിയിലേക്ക് പോകാതെ കൈ പിടിച്ചുയർത്തിയ ഒരു ലെവലിൽ നിർത്തിയ മനുഷ്യനാണ് ലെവൻഡോസ്കി എന്ന് പറയുന്നത്. അതിനുള്ള നന്ദി എല്ലാ കാലത്തും എല്ലാ ഫാൻസിനും ആ മനുഷ്യനോടുണ്ടാവും. പക്ഷെ ആളെല്ലാം ചെയ്തു, പക്ഷെ ആൾക്ക് പ്രായത്തിന്റെ പരിമിതി ഉണ്ട്, അത് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പം ആൾക്കൊത്തൊരു റിപ്ലേസ്മെന്റ് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റണം. അത് എങ്ങനെയായാലും കൊണ്ടുവരാൻ വേണ്ടി പറ്റണം. അല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയുക, ഒരു ഭയങ്കര ഒരു പ്രോഡിജിനെ എങ്ങനെ സൈൻ ചെയ്തിട്ട് ജനുവരിയിൽ എങ്ങനെയൊക്കെ കൊടുത്തെങ്ങനെ ഇന്റഗ്രേറ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അല്ലെങ്കിൽ അടുത്ത സീസണിൽ നമ്മൾ ഫെറാനെ മാത്രം മുന്നിൽ കണ്ടുപോകുന്നതിൽ അർത്ഥമില്ല. അതാണ്. ഈ സെക്കൻഡ് സീസൺ കഴ്സൊക്കെ ഇല്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, ടീമിന് അപാര സ്കോർ ഡെപ്ത് വേണം. ഓക്കെ, ഇപ്പൊ എന്താണ്, ഇപ്പൊ നിങ്ങളൊന്ന് കഴിഞ്ഞ സീസണിലേക്ക് ഇന്ററിന്റെ സ്കോഡൊക്കെ ഭയങ്കര ഡെപ്ത് അല്ലേ. അതേപോലെ തന്നെ സിറ്റിന്റെ സ്കോഡും അത്യാവശ്യം ഡെപ്ത് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചെൽസിന്റെ സ്കോഡ് ആവശ്യത്തിന് ഡെപ്ത് ഉണ്ട്. പേടിക്കേണ്ടത് നമ്മളെപ്പോലെ നൂൽപ്പാലത്തുമല്ലേ ഓടുന്നവർക്കാണ്. പെഡ്രി ഇഞ്ചുറി ആയി കഴിഞ്ഞു, ഫ്രാങ്ക് ഇഞ്ചുറി ആയി കഴിഞ്ഞു, എമാൽ ഇഞ്ചുറി ആയി കഴിഞ്ഞു, റാഫീഞ്ഞ ഇഞ്ചുറി ആയിട്ടാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. റാഫീഞ്ഞ ഗ്രൗണ്ടിലുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനത്തെ റിസൾട്ടും നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടാവില്ല. റാഫീഞ്ഞ ആണ് നമ്മുടെ ടീമിന്റെ ലീഡർ, നമ്മുടെ പ്രസ്സിങ് എഞ്ചിന്, ഹാർട്ട്, കിഡ്നി, എല്ലാം റാഫീഞ്ഞാണ്. റാഫീഞ്ഞ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇത്ര ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. കണ്ണില്ലാത്തപ്പോഴാണ് കണ്ണിന്റെ വില അറിയാതെ മനസ്സിലാവല്ലോ. അതാണ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്തായാലും കമന്റ് സെക്ഷനിൽ പറയാം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.